നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അറ്റപ്രത്യക്ഷ നികുതി വരുമാനത്തിൽ ഇടിവ്. നികുതി പിരിവ് 4.58 ലക്ഷം കോടിയായി കുറഞ്ഞെന്ന് സർക്കാർ. ടാറ്റ ക്യാപിറ്റൽ APOയ്ക്ക് സെബി അനുമതി. സെപ്റ്റംബറിനകം IPO നടപടികൾ പൂർത്തിയായേക്കും. വിപണി വിഹിതം വർദ്ധിപ്പിച്ച് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ. നേട്ടം വായ്പാ വളർച്ച ദുർബലമായ സാഹചര്യത്തിൽ. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വീണ്ടും റെക്കോർഡ് ഉയരത്തിലേക്ക്. നിലവിൽ $700 ബില്യൺ. പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം ശ്രദ്ധ നൽകണമെന്ന റിപ്പോർട്ട്. GDPയുടെ മുന്നേറ്റത്തിന് ഇത് അനിവാര്യമെന്നും ലാമ റിസർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തെ അറ്റപ്രത്യക്ഷ നികുതി വരുമാനത്തിൽ 1.39% ഇടിവ്. അറ്റപ്രത്യക്ഷ നികുതി 4.58 ലക്ഷം കോടിയായി കുറഞ്ഞെന്ന് സർക്കാർ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4.65 ലക്ഷം കോടിയാണ് അറ്റപ്രത്യക്ഷ നികുതിയായി പിരിച്ചെടുത്തിരുന്നത്. കോർപ്പറേറ്റുകളിൽ നിന്നുള്ള മുൻകൂർ നികുതി പിരിവ് ലഭിക്കുന്നതിലുണ്ടായ കുറവാണ് ഇടിവിന് കാരണം. കോർപ്പറേറ്റ് നികുതികളും വ്യക്തിഗത ആദായ നികുതിയും ഉൾപ്പെടുന്ന നേരിട്ടുള്ള നികുതി പിരിവുകൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ബിസിനസ് പ്രകടനത്തിന്റെയും നിർണായക അളവുകോലാണ്. ഇത്തവണ കോർപ്പറേറ്റ് ലാഭത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ വരുമാന വിതരണത്തിലെ മാറ്റങ്ങളോ ആണ് ഇടിവായി പ്രതിഫലിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. അതേസമയം കോർപ്പറേറ്റ് ഇതര നികുതി, സെക്യൂരിറ്റീസും മറ്റുള്ളവയും ഉൾപ്പെടെ മൊത്ത നികുതി സമാഹരണം 5,45,207 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 5,19,936 കോടി രൂപയായിരുന്നു. അതേസമയം ടാക്സ് റീഫണ്ടിലും വർധനയുണ്ട്. റീഫണ്ടിങ്ങിലെ വർധന 58.04%. മുൻവർഷത്തെ റീഫണ്ടിംഗ് 54,661 കോടി രൂപയായിരുന്നു. ഇത്തവണ ഇത് 86,355 കോടിയായി ഉയർന്നു. റീഫണ്ടുകളിലെ ഈ കുതിപ്പ് മെച്ചപ്പെട്ട നികുതിദായക സേവനങ്ങളെയും വേഗത്തിലുള്ള നടപടിക്രമങ്ങളുടെയും ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ടാറ്റ ക്യാപിറ്റലിന്റെ IPOയ്ക്ക് സെബിയുടെ അനുമതി. സെപ്റ്റംബറിനകം IPO നടപടികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷ. കരട് പേപ്പറുകൾക്കാണ് സെബി അനുമതി നൽകിയത്. ഏപ്രിൽ 5-ന് കോൺഫിഡൻഷ്യൽ പ്രീ ഫയലിംഗ് മാർഗം മുഖേനയാണ് പ്രാഥമിക രേഖകൾ സമർപ്പിച്ചിരുന്നത്. 17,200 കോടിയിലധികം രൂപയാണ് IPOയിലൂടെ സമാഹരിക്കുക എന്നാണ് വിവരം. നടപടികൾ ഈ ജൂലൈയിൽ തന്നെ പൂർത്തിയാക്കിയേക്കും. ടാറ്റ ക്യാപിറ്റൽ IPOയിൽ ടാറ്റ സൺസിന്റെ പുതിയ ഓഹരികളുടെ ഇഷ്യൂവും ഓഫർ സെയിൽ എന്ന OFSഉം ഉൾപ്പെടും. ടാറ്റ ക്യാപിറ്റലിന് $11 ബില്യൺ വരെയാണ് മൂല്യനിർണ്ണയം ലക്ഷ്യമിടുന്നത്. അതേസമയം 2 പതിറ്റാണ്ടിനിടയിൽ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് IPO വിപണിയിലെത്തുന്ന രണ്ടാമത്തെ കമ്പനിയായിരിക്കും ടാറ്റ ക്യാപിറ്റൽ. രാജ്യത്തെ ഏറ്റവും വലിയ IPO ആയിരിക്കും ഇതെന്നും വിലയിരുത്തലുകളുണ്ട്. 2007-ൽ മുംബൈ കേന്ദ്രമാക്കിയാണ് ടാറ്റ ക്യാപിറ്റലിന്റെ തുടക്കം. ടാറ്റ സൺസിന്റെ കൈവശമാണ് കമ്പനിയുടെ 92.83% ഓഹരികളും. ടാറ്റ ക്യാപിറ്റലിനെ രാജ്യത്തെ 1-ാം നിര നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയുടെ പട്ടികയിലാണ് റിസർവ് ബാങ്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2021 ഒക്ടോബറിൽ RBI പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം റിസർവ് ബാങ്കിന്റെ 1-ാം നിര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള NBFC സ്ഥാപനങ്ങളുടെ ഓഹരികൾ 2025 സെപ്റ്റംബറിനകം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ടാറ്റ ക്യാപിറ്റൽ ഇപ്പോൾ IPO നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിപണി വിഹിതം വർദ്ധിപ്പിച്ച് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ. വായ്പാ വളർച്ച ദുർബലമായി തുടരുമ്പോഴാണ് നേട്ടമെന്നത് ശ്രദ്ധേയമെന്ന് UBI. വിപണി വിഹിതത്തിൽ സ്വകാര്യ ബാങ്കുകളെ മറികടക്കുന്ന പ്രകടനമാണ് പൊതുമേഖലാ ബാങ്കുകൾ കാഴ്ചവെക്കുന്നതെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. വായ്പകളുടെ സ്വഭാവത്തിലടക്കം ഇതിന്റെ പ്രതിഫലനം ദൃശ്യമാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ വരുമാനത്തിലടക്കം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നാണ് ബാലൻസ് ഷീറ്റുകൾ വ്യക്തമാക്കുന്നത്. വായ്പാ നിക്ഷേപ അനുപാതം ഉയർന്നതും ഇതിന്റെ പ്രതിഫലനമാണ്. റിസർവ് ബാങ്ക് പേഴ്സണൽ ലോൺ അടക്കമുള്ള സുരക്ഷിതമല്ലാത്ത വായ്പകളിൽ വരുത്തിയ നിയന്ത്രണം സ്വകാര്യ മേഖലയിലെ ബാങ്കുകളുടെ വായ്പാ വളർച്ചയെ ബാധിച്ചിരുന്നു. ഈ അവസരത്തിൽ ഈടുള്ള ഭവന വായ്പകളിൽ പൊതുമേഖലാ ബാങ്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഗുണം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രാമീണ അർദ്ധനഗര മേഖലകളിൽ ഇത്തവണ പൊതുമേഖലാ ബാങ്കുകൾ ആധിപത്യം പുലർത്തി. നഗരങ്ങളിലും മെട്രോകളിലും 2024 സാമ്പത്തിക വർഷത്തിൽ നഷ്ടപ്പെട്ട വിപണി വിഹിതം തിരിച്ചുപിടിക്കാനും കഴിഞ്ഞതായി യൂണിയൻ ബാങ്ക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വീണ്ടും റെക്കോർഡ് ഉയരത്തിലേക്ക് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം. $699 ബില്യൺ കരുതൽ ശേഖരം ഉയർന്നത്.
ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ $2.294 ബില്യൺ കൂട്ടിച്ചേർക്കപ്പെട്ടു. അതായത് 2024 സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 704.89 ബില്യണിൽ നിന്ന് ഫോറക്സ് കിറ്റി വെറും 1.2% അകലെയാണ്. കരുതൽ ശേഖരത്തിൽ വിദേശ കറൻസി ആസ്തികൾ $589.426 ബില്യൺ ആണ്. സ്വർണ്ണ കരുതൽ ശേഖരം $86.316 ബില്യൺ ഡോളറുമാണെന്നാണ് റിസർവ് ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നത്. മെയ് 30-നും ജൂൺ 6-നും ഇടയിൽ രാജ്യത്തിന്റെ സ്വർണ്ണശേഖരം $1.583 ബില്യൺ വർദ്ധിച്ച് $85.888 ബില്യൺ ആയിരുന്നു. ആഗോളതലത്തിൽ കേന്ദ്ര ബാങ്കുകൾ അവരുടെ ഫോറക്സ് കരുതൽ ശേഖരത്തിൽ സുരക്ഷിത നിക്ഷേപമായി ഉപയോഗിക്കുന്ന സ്വർണം കൂടുതലായി ശേഖരിച്ചതിനാൽ 2021 മുതൽ RBI കൈവശം വയ്ക്കുന്ന സ്വർണത്തിന്റെ വിഹിതം ഏകദേശം ഇരട്ടിയായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൗരന്മാരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം ശ്രദ്ധ നൽകണമെന്ന റിപ്പോർട്ട്. GDPയുടെ മുന്നേറ്റത്തിന് ഇത് അനിവാര്യമെന്നും ലാമ റിസർച്ച്. കഴിഞ്ഞ ദശകത്തിൽ GDP വളർച്ചയിൽ ഇന്ത്യ നിരവധി സമ്പദ് വ്യവസ്ഥകളെ മറികടന്നിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ പൗരന്മാരുടെ പ്രതിശീർഷ വരുമാനം താഴ്ന്ന നിലയിൽ തുടരുകയാണ്. ഇക്കാര്യത്തിൽ മികച്ച 10 സമ്പദ് വ്യവസ്ഥകളെടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം പട്ടികയിൽ അവസാനമാണുള്ളത്. സാങ്കേതിക നൈപുണ്യതയുള്ള യുവത, സർക്കാർ നയങ്ങൾ, ദീർഘകാല മൂലധനം രൂപീകരണത്തിലുള്ള ഇടം, മാക്രോ ഇക്കണോമിക്സിലെ സ്ഥിരത എന്നിവ ഇന്ത്യയുടെ പോസിറ്റീവ് ഘടകങ്ങളാണ്. അതിനാൽ തന്നെ പ്രതിശീർഷ വരുമാനത്തിലെ കുറവ് പോരായ്മയല്ല, വളർച്ചയ്ക്കുള്ള സംയുക്ത സാധ്യതയാണ് ഇത് തുറന്നിടുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഉൽപാദന മേഖലയിലെ വളർച്ച, ഡിജിറ്റൽ ഫോർമലൈസേഷൻ, വരുമാന നിലവാരത്തിലെ വർധനവ് എന്നിവ GDPയിലെ പ്രതിശീർഷ വരുമാനം ഉയരുന്നതിന് തുണയാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയുമാണ് കൂടിയത്. പവന് 73,880 രൂപയും ഗ്രാമിന് 9,235 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. 18 കാരറ്റ് സ്വർണത്തിനും ഇന്ന് വില ഉയർന്നിട്ടുണ്ട്. ഗ്രാമിന് 20 രൂപ കൂടി 7,575 രൂപയ്ക്കാണ് വ്യാപാരം. എന്നാൽ വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 118 രൂപ നിരക്കിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ അറ്റപ്രത്യക്ഷ നികുതി വരുമാനത്തിൽ ഇടിവ്. നികുതി പിരിവ് 4.58 ലക്ഷം കോടിയായി കുറഞ്ഞെന്ന് സർക്കാർ. ടാറ്റ ക്യാപിറ്റൽ IPOയ്ക്ക് സെബി അനുമതി. സെപ്റ്റംബറിനകം IPO നടപടികൾ പൂർത്തിയായേക്കും. വിപണി വിഹിതം വർദ്ധിപ്പിച്ച് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ. നേട്ടം വായ്പാ വളർച്ച ദുർബലമായ സാഹചര്യത്തിൽ. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വീണ്ടും റെക്കോർഡ് ഉയരത്തിലേക്ക്. നിലവിൽ $700 ബില്യൺ. പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം ശ്രദ്ധ നൽകണമെന്ന റിപ്പോർട്ട്. GDPയുടെ മുന്നേറ്റത്തിന് ഇത് അനിവാര്യമെന്നും ലാമ റിസർച്ച്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.